ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ നമ്മുടെ പിതാവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച ആ വിഷയം തന്നെയാണ് നമ്മൾ ഇന്നും തുടരാൻ പോകുന്നത്. ദൈവാത്മാവ് അതിനുവേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യെശയ്യാവ് 5-ാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത്. യെശയ്യാ പ്രവാചകൻ ഈ യഹൂദയുടെ ജനത്തോട്, യെരുശലേമിന്റെ ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുക. പക്ഷെ സർവശക്തനായ ദൈവം തൻ്റെ ദാസൻ മുഖാന്തരം സ്വന്തം ജനത്തോട് സംസാരിക്കുമ്പോൾ സർവശക്തൻ തൻ്റെ ജനത്തെ എങ്ങനെ വീക്ഷിക്കുന്നത്? ദൈവവും ഇസ്രായേൽ ജനം തമ്മിലുള്ള ബന്ധം. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിന്റെ മുമ്പേ അബ്രാമിന്റെ സന്തതി ഇസ്രായേൽ, യാക്കോബിന്റെ 12 മക്കൾ, അതിൽ 12 ഗോത്രങ്ങൾ, ലോകത്തിന്റെ മുമ്പേ 2 രാജ്യങ്ങളാണ്. പക്ഷെ സർവശക്തന്റെ മുമ്പേ ഒരു രാജ്യം തന്നെ. യെശയ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇസ്രായേൽ അടിമത്വത്തിൽ പോയിട്ടില്ല. 722 സമറിയ അസൂരികൾ പിടിച്ചെടുത്തത്. സോ യെശയ്യാ ശുശ്രൂഷിക്കുമ്പോൾ ഇസ്രായേൽ 10 ഗോത്രങ്ങളുണ്ട്. പക്ഷെ യെശയ്യാ ശുശ്രൂഷിക്കുന്ന യഹൂദ പ്രദേശത്തിലാണ്. പക്ഷെ സന്ദേശം യഹൂദയിലെ ജനത്തോട് മാത്രമല്ല, തെക്കിലുള്ള ഇസ്രായേൽ ജനത്തോടുമുണ്ട്. 21-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളോടും ദൈവാത്മാവ് സംസാരിക്കുക. സോ ആ ബന്ധം നമ്മൾ നോക്കിയാൽ, മുന്തിരിത്തോട്ടം, ദൈവത്തിന്റെ ആ വാക്കുണ്ടല്ലോ. 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവ് 5-ന്റെ 1-ാമത്തെ വാക്യം. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സോ ഇവിടെ എന്റെ പ്രിയന്റെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സോ ഇവിടെ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇന്ന് ദൈവാത്മാവ് ഇനിയും ചില കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോട് വചനം ധ്യാനിക്കാം. സർവശക്തൻ ഇസ്രായേൽ ജനമായി തൻ്റെ ബന്ധത്തെ ഒരു മുന്തിരിത്തോട്ടമായി എന്തിനാ തുല്യം ചെയ്യുന്നത്? ഒരു മുന്തിരി നമ്മൾ നോക്കിയാൽ, ഒരു മുന്തിരി വള്ളി ഏറ്റവും ചെറിയ ഒരു ചെടിയാ. ആ ചെടിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വേറെ പ്രയോജനം, ഫലം കായ്ച്ചില്ലെങ്കിൽ ഈ മരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് ഒന്നിനും കൊള്ളത്തില്ല. ഇതിന് ഒറ്റ ഒരു പ്രയോജനമേ ഉള്ളൂ, ഫലം കായ്ക്കണം. അഥവാ ഇത് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഇതിന് ഒരു പ്രയോജനമില്ല. സോ സർവശക്തൻ ഇസ്രായേൽ ജനമായി തൻ്റെ ബന്ധം പറയുമ്പോൾ ഒരു മുന്തിരിത്തോട്ടം, ഈ മുന്തിരിത്തോട്ടം പറഞ്ഞ ചെറിയ ചെടി, മുന്തിരി, ഒരു മുന്തിരിയുടെ ആ ചെടി നമ്മൾ നോക്കിയാൽ ഒത്തിരി ചെറിയതാ. അടുത്തത്, അതിന് എപ്പോഴും സഹായത്തിന് ആരെങ്കിലും വേണം. തന്നെ നിൽക്കാൻ കഴിയത്തില്ല. ഇതിന് സഹായത്തിന് എപ്പോഴും ആരെങ്കിലും വേണം. ഇതിന് അത്രയും ശ്രദ്ധിക്കേണ്ടതാ. 3-ാമത്തെ കാര്യം നമ്മൾ നോക്കിയാൽ, ഇത് ഒത്തിരി ബലഹീനമാ. തന്നെ നിൽക്കാൻ ഇതിനെ കൊണ്ട് കഴിയത്തില്ല. 4-ാമത്തത്, ഇതിനെ വെറുതെ വിട്ടാൽ ഇതിന് നേരെ നിൽക്കാനും കഴിയത്തില്ല. ഇത് ഭൂമിയിൽ കിടക്കത്തേ ഉള്ളൂ, അവിടെ കിടക്കത്തേ ഉള്ളൂ. ഇതിന് നേരെ നിൽക്കാൻ പോലും കഴിവില്ല. സോ സർവശക്തൻ ഇസ്രായേൽ രാജ്യത്തെ, ജനത്തെ ഈ മുന്തിരിയുമായി എന്തിനാ താരതമ്യം ചെയ്യുന്നത്? വേറെ ഒത്തിരി വൃക്ഷങ്ങളുണ്ടല്ലോ. അത്തിവൃക്ഷം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, തന്നെ നേരെ നിൽക്കുമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കഴിവുകൾ. ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആര്? നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ടാ.
പക്ഷെ സർവശക്തൻ ഈ ചെടീനെ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ കാരണം, ഇസ്രായേൽ ജനം ഇങ്ങനെ ആണെങ്കിലും ദൈവത്തിന്റെ ആശ്രയം ഇസ്രായേൽ അല്ല. ദൈവത്തിന്റെ ആശ്രയം ദൈവത്തിന്റെ കഴിവില. ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം വേറെ ഇല്ലെങ്കിലും ഇതിന് നല്ല ഫലം കായ്ക്കും. അതിന്ന് വീഞ്ഞ് കിട്ടും, നല്ല വീഞ്ഞ. ദൈവത്തിന് തന്നെക്കുറിച്ച്, തൻ്റെ കഴിവിനെ കുറിച്ച് ആ ബോധ്യമുണ്ട്. ഇതിനെ കൊണ്ട് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും എനിക്ക് ചിലത് ചെയ്തെടുക്കാം. എൻ്റെ പദ്ധതി, എൻ്റെ ഹിതം എനിക്ക് ഈ ജനം മുഖാന്തരം ചെയ്തെടുക്കാം. അതുകൊണ്ടാ ഈ മുന്തിരിത്തോട്ടത്തെ നമ്മൾ നോക്കുമ്പോൾ എത്ര മെനക്കേടുണ്ട് ഇതിൻ്റെ പുറയിൽ, എത്ര കരുതൽ വേണം. ഇത് ഒരു മുന്തിരി മാത്രമല്ല, ഒരു മുന്തിരിത്തോട്ടമായത്. ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം. ഒരു ചെടിയാണെങ്കിൽ പിന്നെയും കാര്യമുണ്ട്, ഇത് കുറേ എണ്ണങ്ങളുണ്ട്, ഒത്തിരി ബെത്തപ്പാടുണ്ട്, ഒത്തിരി മുഷിയും, ഒത്തിരി കരുതണം. എന്നാലും ദൈവം അതിനുവേണ്ടി ഒരുക്കമുള്ളവനാ. കാരണം ഇത് മുഖാന്തരം എനിക്ക് എൻ്റെ ഹിതം, എൻ്റെ നാമത്തെ എനിക്ക് മഹത്വപ്പെടുത്താം. വായിച്ച സങ്കീർത്തനം 80, സാംസ് 80, അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യം. സങ്കീർത്തനം 80, സാംസ് 80, അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴിപോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ബത്സനത്താൽ അവ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ മതി 16-ാമത്തെ വാക്യം വരെ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് 80-ാമത്തെ സങ്കീർത്തനത്തില് ഇവിടെ ആസാഫ് എഴുതിയ ആ സങ്കീർത്തനത്തെ ഇസ്രായേലിന്റെ ചരിത്രം മുന്തിരിത്തോട്ടമായി കമ്പയർ ചെയ്ത് പാട്ടെഴുതിയേക്കുക. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ മിസ്രൈമിന്ന്, വായിച്ചേ 8-ാം, നീ മിസ്രൈമിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. അടുത്തത് അതിന്റെ ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും. സോ ഇവിടെ ഒന്ന് നിന്നേ, മിസ്രൈമിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കി അവൻ നട്ടു, തൻ്റെ വലങ്കൈ നട്ടിട്ടു. വലങ്കൈ പറയുമ്പോൾ തൻ്റെ ബലം വിയോഗിച്ച് ദൈവം നട്ടതാ. ഇത് ദൈവം നമ്മളോടും സംസാരിക്കുക. നമ്മൾ എവിടെ കിടന്നവരാ? മിസ്രൈമിന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. മിസ്രൈം പറയുമ്പോൾ ലോകത്തിൽ കിടന്നവരല്ലയോ നമ്മൾ ഓരോരുത്തരും. അവിടെ നിന്ന് നമ്മളെ കൊണ്ടുവന്നു, തൻ്റെ വലങ്കൈ വിയോഗിച്ച് നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിൽ ദൈവം നട്ടിട്ടുണ്ട്. ഓരോരുത്തരെയും നട്ടിട്ടുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇന്നായിരിക്കുന്ന ആ സ്ഥലം കഴിഞ്ഞ ആഴ്ചയും ഓർമ്മിപ്പിച്ച വിഷയമാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് ദൈവം തൻ്റെ വലങ്കൈ വിയോഗിച്ച് എന്നെ നട്ടതാ. ഞാൻ സ്വയമേ വളർന്നു വന്നതല്ല, എന്നെ ഒരുവൻ നട്ടതാ. സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് സ്വീകരിച്ചാൽ നമ്മുടെ നിരാശകളെല്ലാം മാറുന്നേ, നമ്മുടെ ഭാരങ്ങളെല്ലാം മാറും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരും, ദൈവമായിട്ടുള്ള ആ ബന്ധത്തിന് ആ വ്യത്യാസം വരും. എന്നെ ദൈവം നട്ടതാ, എന്നെ ദൈവമാക്കിയതാ. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ
എനിക്ക് ഏറ്റവും നല്ലതായ സ്ഥലത്താ ദൈവം എന്നെ നട്ടത്. ഫലവത്താകാൻ ഏറ്റവും നല്ല സ്ഥലമാ. വായിച്ചേ എസെക്കിയേൽ പ്രവചനം അതിന്റെ 17:6. എസെക്കിയേൽ ചാപ്റ്റർ 17 വേഴ്സ് 6. അത് വളർന്ന് പൊക്കം കുറഞ്ഞ് പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു. അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതുമായിരുന്നു. ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു. ഇസ്രായേലിന്റെ ചരിത്രം ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു, നട്ടു, ഇത് വളർന്നു. ഈ മുന്തിരിവള്ളി വളർന്നേ. വായിച്ച ആ വാക്യം പിന്നെയും. അത് വളർന്നു പൊക്കം കുറഞ്ഞ് പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു. പൊക്കം കുറഞ്ഞ് ഇത് പടർന്നു. അടുത്തത്, ഇങ്ങനെ അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതുമായിരുന്നു. ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു. 19:10. എസെക്കിയേൽ 19:10. നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരിവള്ളി പോലെയാകുന്നു. വെള്ളത്തിന്റെ അടുത്ത് നട്ട മുന്തിരിവള്ളി പോലെ ആകുന്നു. വളരെ വെള്ളം ഉള്ളതുകൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു. നല്ല ഫലമുണ്ടായിരുന്നു, തഴച്ചതുമായിരുന്നു. ഈ ജനം ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഈ മുന്തിരിവള്ളിയെ കണ്ടു കഴിഞ്ഞാൽ എത്ര വളർച്ചയുണ്ട്. ഇതിന്റെ ശാഖകൾ എത്ര പടർന്നു. ആ ഒരു സമയമുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ നോക്കിയാൽ 15:2 വാക്യം. എസെക്കിയേൽ പ്രവചനം 15:2. മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ഇവിടെ ഇനി ചോദ്യമാ. ഇസ്രായേലിനെ വള്ളിയുമായി തുല്യം ചെയ്യുമ്പോൾ നമ്മളോടും ദൈവം സംസാരിക്കുക. ഈ മുന്തിരിവള്ളിക്ക് കാട്ടിലെ വൃക്ഷങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വല്ല പ്രത്യേകതയുണ്ടോ? വായിച്ചേ അതിന്റെ താഴെ. വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ? അതിന് വല്ല മരം എടുക്കാമോ? അടുത്തത്, വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ? ഇതിന്ന് ഒരാണി പോലും ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതിന് തീക്ക് ഇരയായി കൊടുക്കുന്നു. തീ അതിന്റെ 2 അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു, അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു. ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു. തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോകുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അത്രയും മതി. ഇവിടെ ഒരു ചോദ്യം. ഈ മുന്തിരിവള്ളിയിൽ ഫലം കായ്ച്ചില്ലെങ്കിൽ ഇതിന് വല്ല പ്രയോജനമുള്ള ചെടിയാണോ? വല്ല പ്രയോജനമുണ്ടോ? നമ്മുടെ ജീവിതവും എൻ്റെ ജീവിതം മുഖാന്തരം ക്രിസ്തുയുടെ സ്വഭാവം വെളിപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം കൊണ്ട് പ്രയോജനം എന്താ? ഒരാണിക്ക് പോലും ഉണ്ടാക്കാൻ കഴിയത്തില്ലെന്നേ. ഫലം കായ്ക്കുന്നില്ല, പക്ഷെ പാട്ടും പ്രാർത്ഥനയുണ്ട്. ഇതിന്റെ വിറക് പോലും ഉപയോഗിക്കാൻ കഴിയത്തില്ല, തീയിലിടാനേ യോഗ്യതയുള്ളൂ. ബാക്കി ലോകത്തിൽ വേറെ നല്ല മരങ്ങളുണ്ട്, എല്ലാം കാട്ടിക്കിടക്കുക. ഇവിടെ നല്ല ഫലവത്തായ കുന്നിന്മേൽ ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു മുന്തിരിവള്ളി മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടത്. ഫലം കായ്ച്ചില്ലെങ്കിൽ ഇതെന്തത്തിനു കൊള്ളാം? എൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം എന്താ? ലോകത്തിന് പോലും പ്രയോജനമില്ല. വായിച്ച സങ്കീർത്തനം 128:3. സാംസ് 128:3. സങ്കീർത്തനം 128:2.
നിന്റെ ഭാര്യ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ആഹാ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ ആഹാ നിന്റെ മേശയ്ക്ക് ചുറ്റും ആ. ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. സോ ഇവിടെ നിന്റെ ഭാര്യ, ഇവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം, ഫലവത്തായ മുന്തിരിവള്ളി, ഇവിടെ മുന്തിരിവള്ളി. ഇന്ന് വിശ്വാസികളുടെ ആഗ്രഹം, ഞങ്ങളുടെ മക്കൾ എഞ്ചിനീയറും ഡോക്ടറുമായി ലോകത്തിലെ എന്തെങ്കിലും വലിയതാകണം. നമ്മളെക്കാട്ടും നല്ല മിടുക്കന്മാർ ലോകത്തിലുണ്ടെന്നേ. എൻ്റെ ജീവിതം മുഖാന്തരം ക്രിസ്തുയുടെ സ്വഭാവം വെളിപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് പ്രയോജനം എന്താ? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഓർക്കുമോ? എൻ്റെ ജീവിതം മുഖാന്തരം ഈ ഭൂമിക്ക് വല്ല നന്മ ഉണ്ടായോ? എന്നെ ആരെങ്കിലും ഓർക്കുമോ? ഈ ഭൂമിയിൽ വന്നിട്ട് പ്രയോജനം എന്താ? ഒരായുസ് ദൈവം തന്നു, ഈ ഭൂമി വന്നു, കുറെ നാൾ ജീവിച്ചു, ഇവിടുന്ന് പോയി. പ്രയോജനം വല്ലതും ഉണ്ടായോ? ആർക്ക്? ആർക്ക്? സ്വന്തം മക്കൾ പോലും ഓർക്കുന്നില്ല. ഫലവത്തായ കുന്നിന്മേൽ തൻ്റെ വലം കൈ വിയോജിച്ച് നട്ടവർ മുന്തിരിവള്ളിയെ നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുക. വായിച്ചേ, ഈ ഫലവത്തായ ഭൂമിയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഫലവത്തായ ഭൂമി പറയുമ്പോൾ ഈ മണ്ണിൽ, ആ കുന്നിൻ്റെ മേൽ വളരാൻ, ഫലം കായ്ക്കുവാൻ വേണ്ടിയതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. നോക്കിയിട്ടാ നട്ടത്. നല്ല മുന്തിരി ഇവിടുന്ന് വരുന്നേ. എവിടെ കിടന്നതാ? വായിച്ച യെശയ്യാ 1:6, യെശയ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഐസയ 1:6. അടിത്തൊട്ട് മുടി വരെ, അടിത്തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, ഒരു സുഖവുമില്ല. മുറിവും ചതവും ആ പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. ആ അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ചു കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഇതാ ഇസ്രായേലിന്റെ സ്ഥിതി. ഒന്നുകൂടെ വായിച്ചേ. അടിത്തൊട്ട് മുടി വരെ, അടിത്തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, ഒരു സുഖവുമില്ല. മുറിവും ചതവും മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. ഇതാ സ്ഥിതി. ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത ജാതിയ. മിസ്രൈമിന്ന് കൊണ്ടുവന്ന് വലം കൈ വിയോജിച്ച് നട്ടതാ, ഫലപ്രദമായ സ്ഥലത്തിൽ നട്ടതാ. സ്ഥിതി എന്താ? നമ്മളും നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എവിടെ കിടന്നവര് ഇന്ന് ദൈവം നമ്മളെ ആക്കിയത്? നമ്മുടെ കഴിവാണോ? നമ്മുടെ പ്രാർത്ഥനയാണോ? നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിച്ച് നടന്നു, അതുകൊണ്ടാണോ ഇന്ന് നമ്മൾ ഇന്നായിരിക്കുന്നത്? നമ്മുടെ ചിന്ത എന്താ? നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ വീക്ഷിക്കുന്നത്? വായിച്ചേ 10-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, യെശയ്യാ പ്രവചനം, ഐസയ 10:27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഇവിടെ വരാൻ പോകുന്ന കാലം നോക്കി ഈ ഇസ്രായേൽ ജനം എങ്ങനെയായിരിക്കും അതിനെ നോക്കി പ്രവചിക്കുക. ഒന്നുകൂടെ വായിച്ചേ. അന്നാളിൽ അവന്റെ ചുമട്, അന്നാളിൽ പറഞ്ഞ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന് അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. യെശയ്യാ തന്റെ മോന്റെ ആദ്യത്തെ മോന് പേരിട്ടല്ലോ, ഒരു ശേഷിപ്പ്. ദൈവത്തിന്റെ ജനത്തെ ദൈവം ഒരു ശേഷിപ്പ് കാണും, പക്ഷെ അത് ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയോ അടുത്തത് വായിച്ചേ. 25-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ചാപ്റ്റർ 25:6. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്നു കഴിക്കും. മേധസ്സു നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്നു തന്നെ. മട്ട് നീക്കി തെളിഞ്ഞ വീഞ്ഞ്, തെളിഞ്ഞെടുത്ത വീഞ്ഞ്.
ഈ മുന്തിരിത്തോട്ടം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നേ നല്ല വീഞ്ഞ. അതിനു വേണ്ടിയില്ലയോ ഈ മെനക്കേട്, ഈ ബദ്ധപ്പാട്? നമുക്കെന്താ ബദ്ധപ്പാട്? നമ്മുടെ പുറേ അധ്വാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സർവശക്തന്റെ അധ്വാനമുണ്ട്. അവന്റെ അധ്വാന ഫലമാ നമ്മൾ ഇന്നായിരിക്കുന്നത്. നമ്മുടെ ഒന്നുമില്ല, അവന്റെ കൃപയാ. ഒരു ചോദ്യം, സർവശക്തൻ എന്താ ഈ മുന്തിരിവള്ളിയുടെ പുറേ ഇത്ര അധ്വാനിക്കുന്നത്? നല്ല വീഞ്ഞ് വേണം. നല്ല വീഞ്ഞ്, മട്ടിന്ന് തെളിഞ്ഞ നല്ല വീഞ്ഞ്. അതാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുക തൻ്റെ പ്രവാചകൻ മുഖാന്തരം. അടുത്തത് നമ്മൾ 28:1 വായിക്കാം. യെശയ്യാ 28:1. എഫ്രയീമിലെ കുടിയാന്മാരുടെ ഡംഭകിരീടത്തിനും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. ഇവിടെ ഒന്നുകൂടെ വായിച്ചേ. എഫ്രയീമിലെ കുടിയാന്മാരുടെ ഡംഭകിരീടത്തിനും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. ഇവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ ഫാറ്റ് വാലീസ്, ഫലവത്തായ താഴ്വര. അവിടുന്ന് വരുന്ന ആ പൂക്കൾ വായിച്ച അതിന്റെ 4ാമത്തെ വാക്യം. ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖര കാലത്തിന് മുമ്പേ പഴുത്തതും കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുകളയുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കും. ഇവിടെ എഴുതിയത് ഗ്ലോറിയസ് ബ്യൂട്ടി വിച്ച് ഈസ് ഓൺ ദി ഹെഡ് ഓഫ് ദ ഫാറ്റ് വാലി. ഫലവത്തായ കുന്നിന്മേൽ ഈ മുന്തിരിത്തോട്ടം നോക്കിയാൽ എത്ര സൗന്ദര്യമുള്ളതാ, എത്ര ഭംഗിയാ. ആ തോട്ടത്തിന്റെ ഭംഗിയെ നോക്കി പാട്ടുപാടുക. അധ്വാനിച്ച് മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരൻ ആ എത്ര പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ നല്ല മുന്തിരി, അത് കഴിഞ്ഞാൽ നല്ല വീഞ്ഞ്. ഒത്തിരി അധ്വാനിച്ചതാ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രതീക്ഷ. നമ്മളെ ഇന്നാക്കിയത് അവൻ്റെ കൃപ. വായിച്ച 39:2, ചാപ്റ്റർ 39:2. യെശയ്യാ 39:2. ഹിസ്കിയാവ് അവരെ കുറിച്ച് സന്തോഷിച്ച് തന്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാലയൊക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. ഇവിടെ ഹെസക്കിയാവ് കാണിച്ച ആ വലിയ അബദ്ധത്തെ കുറിച്ചാണ് വർണ്ണിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിന് വേറെ ഒരു ഭാഗമുണ്ട്. നോക്കിക്കേ, ഹെസക്കിയാവ് വന്നവരെ കാണിക്കുന്നത് എന്തൊക്കെയാ? വായിച്ചേ 2ാമത്തെ വാക്യം. തന്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും. ഇവിടെയുണ്ട് ഹെസക്കിയാ വാസ് ഗ്ലാഡ് ഓഫ് them and showed them the house of his precious things. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ച് തന്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാല ഒക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. ശത്രുക്കൾ വന്നു, അവരെ എല്ലാം കാണിച്ചു. അവർ തന്നെ കണ്ട് അത്ഭുതപ്പെടുക. ഇവരുടെ ഭണ്ഡാരത്തിലുള്ളത് നമുക്ക് പോലും ഇല്ലല്ലോ. അബ്രഹാമിന്റെ തലമുറയാ. എവിടെ കിടന്നവരാ, വേറിറക്കി ഫലപ്രദമായി എല്ലാം ഉണ്ട്. ഒന്നിന്റെ കുറിച്ച് കുറവില്ല. ആ ഒരു സമയമെത്തി. കർത്താവിന്റെ കൃപയില്ലയോ? ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ ജീവിതം നോക്കുമ്പോൾ
നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ബന്ധുക്കാർ, നമ്മുടെ അയൽവക്കക്കാർ നമ്മളെക്കുറിച്ച് എന്തുവാ ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ എന്തുവാ കടന്നു പോകുന്നത്? നമ്മളെ കാണുമ്പോൾ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത. എത്ര പേർ നമ്മളെ കണ്ട് അവരുടെ അകത്ത് ജലസിയുണ്ട്, അസൂയുണ്ട്. പക്ഷെ കർത്താവിൻ്റെ കൃപയില്ലയോ? വായിച്ചേ 41:19, ഐസയ 41:19. വായിച്ചേ. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്തു, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. ദൈവം മരുഭൂമിയിലാ ഈ വൃക്ഷങ്ങളെയെല്ലാം നട്ടത്. പക്ഷേ ഈ മുന്തിരിവള്ളിയെ നട്ടത് മരുഭൂമിയിലാണോ? ഫലവത്തായ കുന്നിന്മേലാ നട്ടത്. ജാതികൾ ഓരോരുത്തർ കിടക്കുന്ന സ്ഥലമൊന്ന് നോക്കിക്കേ. തൻ്റെ വലങ്കൈ വിയോഗിച്ച് നമ്മളെ നട്ടത് ഫലവത്തായ പ്രദേശത്തിലായിരുന്നു. അവരുടെ പോൽ നമ്മളെ നട്ടായിരുന്നെങ്കിലോ, നമ്മുടെ പുറകെ ഇത്ര അധ്വാനിച്ചില്ലായിരുന്നെങ്കിലോ, തൻ്റെ കൃപ നമ്മുടെ പുറത്ത് പകർന്നില്ലായിരുന്നെങ്കിലോ, നമ്മൾ ഇന്ന് എവിടെയായിരുന്നേനെ? ആ നന്ദിയുള്ള മനസ്സുണ്ടോ? ആ താഴ്മ ഉള്ള ആ മനസ്സുണ്ടോ? ജാതികൾ എവിടെ കിടക്കുന്നു? എന്നെ ദൈവം എവിടെ ആക്കി? 57:9, ഐസയ 57:9. നീ തൈലവും കൊണ്ട് മോലേക്കിന്റെ അടുത്ത് ചെന്ന് നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്ത് നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളം ഇറങ്ങിച്ചെന്നു. ഒന്നുകൂടെ വായിച്ചേ. നീ തൈലം കൊണ്ട് മോലേക്കിന്റെ അടുക്കൽ ചെന്ന് നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്ത് നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളം ഇറങ്ങിച്ചെന്നു. ഇവിടെ എവിടെ ആയിരുന്നു? എവിടെ എത്തി? അവർ എവിടെ എത്തി? അവരുടെ സ്ഥിതി എന്താ? 61:3, 61:3, ഐസയ 61:3. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. The planting of the Lord, that he might be glorified. ഒന്നുകൂടെ വായിച്ചേ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. യഹോവയുടെ നടുതല, the planting of the Lord. ഇവനെ ദൈവം നട്ടതാ, എന്നെ ദൈവം നട്ടതാ. ജാതികൾ പറയുന്നേ, ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ അനുഭവിച്ചാൽ ജാതികളുടെ മുമ്പേ ദൈവനാമം എത്ര മഹത്വീകരിക്കപ്പെടേണ്ടതാ. പക്ഷെ എൻ്റെ അവസ്ഥയോ? യെശയ്യാ 27:2-6 വരെ വായിക്കാം. ഐസയ 27:2-6. അന്നു നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല. യുദ്ധത്തിൽ പറക്കാരെയും മുൾപടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരുംകാലത്ത് യാക്കോബ് വേരുന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം
ഫലപൂർണമാകുകയും ചെയ്യും. എത്ര കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്, അതെല്ലാം വിവരിക്കുവാൻ സമയമില്ല. ഞാൻ ഓടിച്ച് മേളിൽ നിന്ന് പോവുക. രണ്ടാമത്തെ വാക്യം, ഇൻ ദാറ്റ് ഡേ സിംഗ് ye unto her a vineyard of red wine. രണ്ടാമത്തെ വാക്യം, അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ. മുന്തിരിത്തോട്ടം, ഇംഗ്ലീഷിലാണെങ്കിൽ വൈൻയാർഡ് ഓഫ് റെഡ് വൈൻ, ചുമന്ന വീഞ്ഞിന്റെ മുന്തിരിത്തോട്ടം. താഴെ കർത്താവ് പറയുന്നേ, ഞാൻ അതിനെ കാക്കും, സൂക്ഷിക്കും. അടുത്തത്, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാണ്ടിരിക്കേണ്ടതിന്, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. യെശയ്യാ 5-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ തന്നെ ഇല്ലയോ? ഒരു ഗോപുരം, ഒരു മതില് ഞാൻ കാക്കും. നമ്മളെ ഓരോരുത്തരെയും ഈ നിമിഷം വരെ അവൻ നനച്ചിട്ടുണ്ടോ? കാത്തിട്ടുണ്ടോ? അവിടെ അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. അതാ വലിയ ആശ, ആഗ്രഹം. യെരമ്യാവ് 2:21 വായിച്ചേ. ജെറമായ 2:21. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? ഒന്നുകൂടെ വായിച്ചേ ആ ഭാഗം. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി, ഇംഗ്ലീഷിലാണെങ്കിൽ നോബിൾ വൈൻ, വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടുന്നേ. വിശിഷ്ട മുന്തിരിവള്ളി, നല്ല തൈ. ഇംഗ്ലീഷിലാണെങ്കിൽ നോബിൾ വൈൻ, ഹോളി, എ റൈറ്റ് സീഡ്. ആ ചെറിയ മുന്തിരിവള്ളി നടുമ്പോൾ വിശിഷ്ട മുന്തിരിവള്ളിയാ. ഇതിന്റെ പോലെ വേറെ ഒന്നുമില്ലെന്നേ. അതുകൊണ്ടില്ലേ ഫലവത്തായ കുന്നിന്മേൽ ഭൂമിയെ ഒരുക്കിയിട്ട് വിശിഷ്ടമായ മുന്തിരിവള്ളി. നമ്മളെ ഓരോരുത്തരും എവിടെ കിടന്നവരാ? ക്രിസ്തുവിൽ നമ്മളെ ചേർത്തു, നമ്മളെ നട്ടു. ഇനി കർത്താവ് ചോദിക്കുന്നേ, ഇങ്ങനത്തെ നട്ട മുന്തിരിന്ന് ഈ കാട്ടുമുന്തിരി എങ്ങനെ വന്നേ? എന്റെ ജീവിതം നോക്കുമ്പോൾ വിശിഷ്ട മുന്തിരി തന്നെയാണോ? നല്ല വിത്ത് തന്നെയാണോ നട്ടത്? എന്റെ നടപ്പും എന്റെ ചിന്തയും എന്റെ ആഗ്രഹം നോക്കിയാൽ ഞാൻ വിശിഷ്ടമാണോ അതോ കാട്ടുമുന്തിരി വള്ളിയാണോ? ലോകപരമായിട്ടുള്ള ചിന്തകളാണെങ്കിൽ, ലോകം നടക്കുന്ന പോലെ ഞാൻ നടക്കുവാണെങ്കിൽ എത്ര വേദനയുണ്ടെന്നേ. നമുക്കില്ല, പക്ഷെ നമ്മളെ നട്ടവൻ എത്ര വേദനിക്കുന്നു. വിശിഷ്ട നോബിൾ വൈൻ. ഞാൻ കൂടുതൽ അതിൽ പറയാൻ പോകുന്നില്ല. ദൈവാത്മാവ് തന്നെ നമ്മളോട് സംസാരിക്കട്ടെ. അടുത്ത നമ്മൾ വാക്യം വായിക്കുമ്പോൾ ഹോശേയ 10:1 മുതൽ 3 വരെ. ഹോശേയ 10, ഹോശേയ 10 verse 1-3. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. ഹോശേയും പറയുന്ന ഇസ്രായേലും പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയും. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി. 3 വരെ. അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ കുറ്റക്കാരായി തീരും. അവൻ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ അവൻ, നമുക്ക് രാജാവില്ല, നാം യഹോവയെ ഭയപ്പെടുന്നില്ലല്ലോ, രാജാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും എന്ന് പറയും. സോ ഇവിടെയും ഇസ്രായേലിനെ കുറിച്ചും അങ്ങനെ തന്നെയാ. നമുക്ക് പെട്ടെന്ന് പോവാം. 2 കൊരിന്ത്യർ 6:1, 2 Corinthians 6:1. 2 കൊരിന്ത്യർ 6:1. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ബോധിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന്
ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി ആഹാ. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ പുറത്ത് ദൈവം കവിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാകുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമല്ലെങ്കിൽ ഈ കൃപ വ്യർത്ഥമായില്ലയോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഇംഗ്ലീഷിലാണെങ്കിൽ റിസീവ് നോട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ വെയിൻ. വ്യർത്ഥമായോ? അടുത്ത നമുക്ക് പെട്ടെന്ന് ഈ ഫലവത്തായ മുന്തിരിത്തോട്ടം അതിൻ്റെ ചുറ്റും വേലിയുണ്ടെന്ന്, മതിലുണ്ട്. അതിനെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് 33:16. Exodus 33 verse 16. 33:16. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നടക്കാനാ? വിശ്വസ്തനായി കൂടെ നടന്നു. അടുത്തത് സംഖ്യ 23:9. ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കുക, നിങ്ങൾ പിന്നെ ഇരുന്ന് അത് പ്രാർത്ഥനയോട് ധ്യാനിക്കണം. സംഖ്യാപുസ്തകം 23:9. നമ്പേഴ്സ് 23:9. ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ബിലെയാം ശപിക്കാൻ വന്നു. ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വന്നതാ. വേലിയുണ്ട്, സർവശക്തനായ ദൈവം കൂടെ വസിക്കുന്നുണ്ട്. ശപിക്കാൻ കഴിയുന്നില്ല, അനുഗ്രഹിച്ചെന്ന്. നമ്മളെ ശപിക്കാൻ എത്ര സാത്താൻ ബന്ധപ്പെടുന്നുണ്ട്, നമ്മളെ തകർക്കാൻ എത്ര പേർ അധ്വാനിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്താ? വിശ്വസ്തനായി നമ്മുടെ കൂടെ പാലിക്കുന്നുണ്ട്, നമ്മളെ കാക്കുന്നുണ്ട്. ഡ്യൂട്രോണമി 32:8-9. ആവർത്തന പുസ്തകം 32:8-9. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണവും ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. ചുറ്റും വേലി കെട്ടി എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ജനമാ. യാക്കോബ്, for the Lord's portion is his people. Jacob is the lot of his inheritance. യഹോവയുടെ അംശം അവന്റെ ജനവും, യഹോവയുടെ അംശവും അവന്റെ ജനവും, യാക്കോബ് അവന്റെ അവകാശവുമാകും. യാക്കോബ് അവന്റെ അവകാശം. നമ്മളെ കുറിച്ച് അത്ര എരിവുണ്ടെന്നേ, അത്രയും നമ്മളെ കാത്തു പരിപാലിച്ചു ഈ നിമിഷം വരെ. അടുത്ത സങ്കീർത്തനം 44:1-3 വരെ. Psalms 44:1-3. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടും ഇരിക്കുന്നു. നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. നമ്മൾ ചിന്തിച്ചേക്കുന്നേ നമ്മുടെ പ്രാർത്ഥനയാ, നമ്മുടെ നല്ല പ്രവർത്തികളാ. ഞാൻ ആരെ പ്രയാസപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചതാ ആണോ? നമ്മുടെ കഴിവാണോ? അവന്റെ കൃപയില്ലയോ?
ഞാൻ ഇന്ന് ഈ നന്മകൾ അനുഭവിക്കുന്നത്? ആണോ? അകത്തെ ചിന്ത എന്താ? എൻ്റെ ആശ്രയം എന്താ? റോമർ 9:4 വായിച്ചേ. റോമൻസ് 9:4. റോമർ 9:4. അവർ ഇസ്രയേലിയർ അവർ ഇസ്രയേലിയർ പുത്രത്വവും പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഒന്നുകൂടെ വായിച്ചേ, ശ്രദ്ധിച്ചു വായിക്കണം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. തെരഞ്ഞെടുത്ത ജാതി, എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ! നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണോ? ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? സ്വന്തം മക്കളാക്കി തീർത്തോ? പുത്രന്മാരാക്കിയോ? എത്ര ഉയർന്ന വിളിയാ ദൈവം നമുക്ക് തന്നത്! എന്നിട്ടും നമ്മുടെ നടപ്പോ, നമ്മുടെ ചിന്താഗതിയോ? വായിച്ചേ, പുറപ്പാട് ഡ്യൂട്രോണമി ചാപ്റ്റർ 4 അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 37-38 വായിക്കാം. ആവർത്തന പുസ്തകം 4:37-38. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 37 and 38. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. നിന്നെക്കാട്ടും വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവാനും നിന്നെക്കാട്ടും വലുപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയാക്കാനും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ദൈവത്തിന്റെ കരുതൽ. 7:1 ചാപ്റ്റർ 7 വേഴ്സ് 1. 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ ചെയ്യരുത്. അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. 14:2 ആവർത്തന പുസ്തകം 14 ഡ്യൂട്രോണമി 14 വേഴ്സ് 2. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ വിശ്വസ്തത. യെശയ്യാ 5-ാമത്തെ അധ്യായം ആ പാട്ട് പാടുമ്പോൾ എത്ര പ്രവൃത്തികൾ ചെയ്തിട്ട പ്രവാചകൻ മുഖാന്തരം സന്ദേശം അറിയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികൾ അതെല്ലാം അനുഭവിച്ചിട്ടാ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നു. അതിന്റെ മുമ്പേ 2 വാക്യം വായിക്കാം. യെരമ്യാ 48:33. ജെറമായ 48 വേഴ്സ് 33. യെരമ്യാ പ്രവചനം 48:33. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയി. സന്തോഷവും ഉല്ലാസവും നീങ്ങിപ്പോയിരിക്കുന്നു. ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആർപ്പ് വിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല. ആർപ്പ് വിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല. ആർപ്പ് വിളിയോട് ചക്ക് ചവിട്ടുകയില്ല. None shall treat with shouting. Their shouting shall be no shouting. ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകും താനും. ആർപ്പില്ലാത്ത എന്താ?
ഈ ചപ്പ് ചവിട്ടുമ്പോൾ, ഈ ചക്ക് ചവിട്ടുമ്പോൾ ആർപ്പ് വിളിയുണ്ടെന്നേ. അതെന്താ? ഈ മുന്തിരിയെ ചവിട്ടുമ്പോൾ എന്തിനാ ആർപ്പ് വിളി? ആ വീഞ്ഞ് കണ്ടോ? നല്ല വീഞ്ഞ് വരുന്നുണ്ട്, നല്ല രുചിയുള്ള വീഞ്ഞ് വരുന്നുണ്ട്. അത് വെച്ചോണ്ടാ, അത് കണ്ടോണ്ടാ ആർപ്പ് വിളി. ആ മുന്തിരിത്തോട്ടത്തെ കാണുമ്പോൾ ബന്ധപ്പെട്ടവൻ വലിയ ആഗ്രഹത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആർപ്പ് വിളിച്ച് ചക്ക് ചവിട്ടുന്ന ദിവസം അടുത്തു, നല്ല വീഞ്ഞ് കിട്ടും. അടുത്തത് ആമോസ് 9:13. ആമോസ് chapter 9 verse 13. ആമോസ് 9:13. ഉഴുന്നവൻ ആ. കൊയ്യുന്നവനെയും ആ. മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെടുത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. And the mountain shall drop sweet wine. പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും പുതുവീഞ്ഞ് പൊഴിക്കുകയും ചെയ്യുന്നേ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. യെശയ്യാവ് 5:1-2. എത്ര അധ്വാനിച്ചതാ ഈ വീഞ്ഞ് പറയുമ്പോൾ, ഈ ഫലം പറയുമ്പോൾ. എന്തോ ദൈവം ആഗ്രഹിക്കുന്നേ? ആദ്യമേ എൻ്റെ ജനം എന്നെ അനുസരിക്കും. രണ്ടാമത്തത് നന്ദിയുള്ളവരായിരിക്കും. മൂന്നാമത്തത് എന്നെ സ്നേഹിക്കും. നാലാമത്തത് എന്നെ ആരാധിക്കും. അഞ്ചാമത്തത് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കും. ഈ 5 കാര്യങ്ങളാ ദൈവം വലിയ ആഗ്രഹത്തോടെ ആഗ്രഹിക്കുന്നത്. ഫലവും വീഞ്ഞു പറയുമ്പോൾ ഈ 5 കാര്യങ്ങളാ. എൻ്റെ ജനം എന്നെ അനുസരിക്കും, നന്ദിയുള്ളവരായിരിക്കും, എന്നെ സ്നേഹിക്കും, എന്നെ ആരാധിക്കും, എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കും. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ ആഴ്ച ദൈവം നമുക്ക് തന്നാൽ നമ്മളെ തന്നെ ശോധന ചെയ്യേ. ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര നന്മകൾ അനുഭവിക്കുമ്പോൾ ഇപ്പോഴും കർത്താവെ ക്ഷമിക്കണമെന്നാണോ? അതോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഫലം കാണാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ വേലി പൊക്കുന്ന ദിവസം അടുത്തു, ഇത്രയും നന്മ ചെയ്തത്, ഇത്രയും നന്മ നമ്മൾ അനുഭവിച്ചത്, ഈ കൃപ അനുഭവിച്ചത് വെറുതെയായോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ഈ ഭക്തി കൊണ്ട് പ്രയോജനം എന്താ? ഞാൻ ആരെയാ വഞ്ചിക്കുന്നത്? ജാതികൾ എവിടെ കിടക്കുന്നു? കർത്താവിന്റെ കൃപ വലങ്കൈ ഉപയോഗിച്ച് എന്നെ നട്ടതാ. എൻ്റെ സുഖത്തിനു വേണ്ടിയല്ല, എൻ്റെ ജീവിത മുഖാന്തരം അവന്റെ നാമത്തിന്റെ മഹത്വം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ യഹൂദ ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുക. ഞാൻ വേഗത്തിൽ നിന്ന് ഓരോ വാക്യങ്ങൾ വായിച്ചു പോയതേ ഉള്ളൂ. തന്നെ ഇരുന്ന് വേദോസ്തം തുറക്കുക, വായിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുക, എന്നോടും നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുക. ഞാൻ എന്തിനാ പുറപുറുക്കുന്നത്? എന്റെ സന്തോഷം എന്തിയേ? പ്രത്യാശ എവിടെ നഷ്ടപ്പെട്ടത്? എന്നെ നട്ടത്, എന്നെ പരിപാലിച്ചത്, എന്റെ പുറകെ അധ്വാനിച്ചത്, ജാതികൾ എന്നെ കണ്ട് അത്ഭുതപ്പെടുക. പക്ഷെ ഞാനോ മൂങ്ങിക്കൊണ്ട് കരഞ്ഞോണ്ട് നടക്കുക. ഇതാണോ ക്രിസ്തീയ ജീവിതം? നമ്മളെക്കാട്ടും ഭേദമായി ജാതികളില്ലയോ? അവരുടെ മുഖത്ത് പിന്നെയും ചിരിയുണ്ട്.
നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവിന്റെ വരവടുത്തു. അനുസരണമുണ്ടോ? നന്ദിയുണ്ടോ? അസ്നേഹമുണ്ടോ? ആരാധനയുണ്ടോ? ഈ ജീവിക്കുന്നത് എന്തിന്? വചനത്തിന്റെ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ജ്ഞാനമുണ്ട്, സ്വയമേ നടക്കാൻ കഴിയത്തില്ല. ദൈവാത്മാവിന്റെ കയ്യിൽ നമ്മളെ തന്നെ സമർപ്പിക്കാമോ? ദൈവമേ, എന്റെ കർത്താവേ, എന്നെ പണിയണമേ. ഞാൻ ഒന്നുകൂടെ പറയുന്ന, ജ്ഞാനം കൊണ്ട് ഒന്നും കാര്യം നടക്കത്തില്ല. വചനത്തിന്റെ ജ്ഞാനം വേണം. പക്ഷെ അതേസമയം ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവാദം കൊടുക്കണം. അല്ലെങ്കിൽ കാട്ടുമുന്തിരി പുറപ്പെടുത്തേ ഉള്ളൂ. നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനം നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ കാരണമായി തീരുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചേനായി സ്തോത്രം. നിന്റെ വരവടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം കണ്ട് ജാതികൾ, ബന്ധക്കാർ, സ്വന്തക്കാർ, സഭക്കാർ എല്ലാവരും നിന്റെ നാമത്തിന്റെ മഹത്വം കാണുവാൻ സ്വർഗം നമ്മളെ കണ്ട് കർത്താവെ പ്രസാദിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഭാരപ്പെടേണ്ട ഒരാവശ്യവുമില്ല കർത്താവെ. തെരഞ്ഞെടുത്ത ജാതിയ, ഞങ്ങൾ എവിടെ കിടന്നവരാ. നിന്റെ കൃപയ്ക്കായി സ്തോത്രം, നിന്റെ കൃപയ്ക്കായി സ്തോത്രം. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഈ സമയം പഞ്ചാബിൽ ഫസിൽക്കായിലായിരിക്കുന്നു. ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വരുന്ന ആഴ്ച കർത്താവിൻ്റെ ദാസന്മാരുടെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച സഹോദരിമാരുടെ കോൺഫറൻസ് ഉണ്ട്. സോ അതിനെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.